ഹായ് ഗായ്സ്, ഒരു ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കുമായി നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. ഹൈക്കോർട്ട് ഓഫ് കേരളയിൽ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഹൈക്കോർട്ടിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നെയിം ഓഫ് പോസ്റ്റ് വരുന്നത് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2. സ്കെയിൽ ഓഫ് പേ വരുന്നത് 27,900 മുതൽ 63,700 വരെയാണ്. ഹൈക്കോർട്ടിന്റെ ഒഫീഷ്യൽ സൈറ്റിലൂടെ തന്നെയാണ് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നത്. hckrecruitment.keralacourts.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിലൂടെ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ധാരാളം പ്രൊമോഷൻസ് കിട്ടാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2. സോ കഴിയുന്ന എല്ലാവരും ആപ്ലിക്കേഷൻ കൊടുക്കുക. ഇനി നമ്പർ ഓഫ് വേക്കൻസീസ് വന്നിരിക്കുന്നത് 2 റിക്രൂട്ട്മെന്റ് നമ്പറിലായിട്ടാണ്. റിക്രൂട്ട്മെന്റ് നമ്പർ 14/2024 NCA നോട്ടിഫിക്കേഷനിൽ മുസ്ലിംസിന് ഒരു വേക്കൻസിയും 15/2024 ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസായി 11 എണ്ണമാണ് വന്നിരിക്കുന്നത്. എല്ലാവരും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇനി വരുന്നത് ഏജ് ലിമിറ്റ് ആണ്. ജനറൽ കാറ്റഗറി പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിൽ 2/1/1988 1/1/2006 ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി SC/ST കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 2/1/1983 1/1/2006 ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. OBC കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ 2/1/1985 1/1/2006 ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി വരുന്നത് റിസർവേഷൻ കാൻഡിഡേറ്റ്സ് ആണ്. എക്സ് സർവീസ്മെനോ ടെറിട്ടോറിയൽ ആർമി പേഴ്സൺസോ അവർക്കൊക്കെ 50 വയസ്സിന് മുകളിലേക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇനി ബ്ലൈൻഡ് കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 15 വർഷം ഏജ് റിലാക്സേഷനായി കൊടുക്കുന്നതാണ്. 10 വർഷം മറ്റു ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് ഏജ് റിലാക്സേഷനായി കൊടുക്കുന്നതാണ്. 50 വയസ്സിന് മുകളിലുള്ളവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതല്ല. വിഡോസിന് 5 വർഷം ഏജ് റിലാക്സേഷനായി കൊടുക്കുന്നതാണ്. ഇത്രയാണ് ഏജ് ലിമിറ്റിൽ വരുന്നത്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ഓർ ഇക്വലന്റ് ആണ് ക്വാളിഫിക്കേഷൻ. KGT ഹയറും ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷും ഉണ്ടായിരിക്കണം. സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ അതിനൊരു ഇക്വലന്റ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന്റെ ലാസ്റ്റ് ഡേറ്റിന് മുൻപേ നമ്മുടെ കയ്യിൽ നമ്മൾ KGT പാസ് ആയിട്ടുണ്ടായിരിക്കണം. മോഡ് ഓഫ് സെലക്ഷൻ ആണ് ഇത് പറയുന്നത്. ഒബ്ജക്റ്റീവ് ടെസ്റ്റും ടൈപ്പിംഗ് ടെസ്റ്റും ആണ് നമുക്ക് ഉണ്ടാവുക. ഒബ്ജക്റ്റീവ് ടെസ്റ്റിൽ 75 മിനിറ്റ് ആയിരിക്കും ഒബ്ജക്റ്റീവ് ടെസ്റ്റ് നടത്തുക. OMR എക്സാം ആയിരിക്കും. അതിലുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ പ്രൊഫഷൻസി 50 മാർക്കിൻ്റെ, ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും 30 മാർക്കിൻ്റെ, ജനറൽ ഇംഗ്ലീഷ് 20 മാർക്കിൻ്റെ ആയിരിക്കും നടത്തുക. ഇനി ഒബ്ജക്റ്റീവ് ടെസ്റ്റ് പാസ്സായവർക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് നടത്തുന്നതാണ്. ടൈപ്പിംഗ് ടെസ്റ്റ് നടത്തുന്നതിൽ നമ്മുടെ സ്പീഡും കമ്പ്യൂട്ടർ പ്രൊഫഷൻസിയും അറിയാൻ വേണ്ടി ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 500 രൂപയാണ്. SC/ST കാൻഡിഡേറ്റ്സിനും അൺഎംപ്ലോയ്ഡ് ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ് വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റീസ് ഇവരെല്ലാം ആപ്ലിക്കേഷൻ ഫീ കൊടുക്കേണ്ടതില്ല. ഇനി ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. hckrecruitment എന്ന് പറയുന്ന ഒഫീഷ്യൽ സൈറ്റിലൂടെ തന്നെയാണ് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. എറണാകുളത്ത് വെച്ചായിരിക്കും എക്സാം നടത്തുക. ഇനി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ഓൾറെഡി നമ്മൾ ആപ്ലിക്കേഷൻ ഹൈക്കോർട്ടിൽ നേരത്തെ മറ്റൊരു പോസ്റ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രൊഫൈലിലൂടെ കയറി നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വൺ ടൈം രജിസ്ട്രേഷൻ വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. അഡ്മിഷൻ ടിക്കറ്റ് നമുക്ക് എക്സാമിനേഷന് 3 ആഴ്ചയ്ക്ക് മുമ്പേ തന്നെ അവൈലബിൾ ആയിരിക്കും. നോട്ടിഫിക്കേഷൻസ് ആയിട്ട് SMS ആയിട്ടോ മെയിലായിട്ടോ ഹൈക്കോർട്ടിന്റെ സൈറ്റിൽ തന്നെ നമ്മുടെ പോർട്ടലിൽ കയറി നമുക്ക് അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി അതിൻ്റെ ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ കൊടുത്ത് തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് 9/12/2024 എൻഡ് ചെയ്യുന്നത് 6/1/2025 ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ളവർ എത്രയും വേഗം ആപ്ലിക്കേഷൻ കൊടുക്കുക. ഇനി ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചലാനായിട്ട് ബാങ്കിൽ പോയി പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. 9/1/2025 ഓഫ്ലൈനായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു തുടങ്ങാം. പിന്നെ ഓഫ്ലൈനായിട്ട് പേയ്മെൻറ്റ് കൊടുക്കുന്നതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 15/1/2025. ഇനി നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് നമുക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതെന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ